തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചത് കത്തോലിക്ക ക്രൈസ്തവരുടെ വോട്ട് നേടിയാണ്. അത് സുരേഷ് ഗോപി ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ഇവർക്കൊക്കെ നിരന്തരമായി മെത്രാന്റെ ഭവനത്തിൽ കയറി കേക്ക് മുറിക്കുകയും ആശംസ നടത്തുകയും ചെയ്തത് എന്തിനായിരുന്നു? ഇതൊക്കെ കാപട്യമല്ലേ എന്ന അതായത് തിരുമേനി, ചോറ് തിന്നുന്ന മനുഷ്യന്മാർ, തലയിൽ ചാണകമില്ലാത്ത മനുഷ്യന്മാർ അന്നും പറയുന്നുണ്ടായിരുന്നു, ഇന്നും പറയുന്നുണ്ട്, നാളെയും പറയും. RSS എന്ന് പറയുന്നത് ആട്ടുംതോലിട്ട ചെന്നായാണെന്ന്. അതുപോലും അറിയാതെയാണല്ലോ RSSന് പോയിട്ട് വോട്ട് കുത്തിക്കൊടുത്തത്. തിരുമേനിക്ക് ഇപ്പോഴാണോ ബോധോദയം ഉണ്ടായത്? അനുഭവിക്കുക. ബാക്കി ചോദ്യമാണ് നമ്മളെല്ലാവരുടെയും മുമ്പിലുള്ളത്. ഈ കാപട്യം, കപടനാട്യം ഈ കേരളത്തിനകത്ത് BJP-കാരൻ നടത്തി എന്നുള്ളതിൻ്റെ ദുഃഖകരമായ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതാണ് നമ്മൾ നേരിടുന്ന പ്രതിസന്ധി. അതായത് തിരുമേനി, ഈ പ്രതിസന്ധി വരാതിരിക്കണമെങ്കിൽ തലച്ചോറ് കൊണ്ട് ചിന്തിക്കണം. ചാണകം തലയിൽ വെച്ചുകൊണ്ട് ചിന്തിച്ചാൽ ഈ പ്രതിസന്ധി വരും. റബ്ബറിന് വില കൂട്ടി കിട്ടുമെന്ന് അറിഞ്ഞപ്പോഴേക്കും ചാണകത്തെ കൊണ്ട് കുത്തിയതല്ലേ, അപ്പൊ പ്രതിസന്ധി ഉണ്ടാവും. ഹിന്ദു മതത്തോട് യാതൊരു വിരോധമോ ഒരു നേരായ എന്തെങ്കിലും വിഷമമോ ഞങ്ങൾക്ക് ആർക്കുമില്ല. മറിച്ച് ഹിന്ദുത്വം എന്നുള്ളത് ഒരു മൗലികവാദമാണ്, ഫാസിസമാണ്. അവിടെ നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ, ഒരു മിനിറ്റ്. അതായത് ഹിന്ദുക്കളോടും സംഘികളോടും BJP-കാരോടൊന്നും വിരോധമോ ദേഷ്യമൊന്നുമില്ല. പക്ഷെ മുസ്ലിങ്ങളോട് ഞങ്ങൾക്ക് വിരോധമുണ്ട്, ദേഷ്യമുണ്ട്. അതിന്റെ പേരും വെച്ചുകൊണ്ടാണല്ലോ BJP-കാരുമായിട്ട് കൂട്ടുകൂടിക്കൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം ഇവിടെ നിന്ന് അടിച്ച് പാകിസ്ഥാനിലേക്ക് കളഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ സ്വത്തുക്കളും അവരുടെ ഭൂമിയും കൈവശം വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ സൂചിച്ച് ജീവിക്കാന്നുള്ള ആ അതിമോഹമാണല്ലോ. ആ അതിമോഹമാണോ ഇപ്പൊ അനുഭവിക്കേണ്ടി വരുന്നത്? ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് തന്നെ പോലെ തന്റെ അയൽക്കാരെ സ്നേഹിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ക്രിസ്തു പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ടുള്ള അനുഭവമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. ഈ കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് അച്ഛന്മാര് റബ്ബറിന്റെ വില കൂട്ടി കിട്ടാൻ വേണ്ടി വീണ്ടും ഈ സംഘിന്റെ പുറകെ പോകുന്നുള്ളത് നല്ല പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.